തിരുവനന്തപുരം ചിറയൻകീഴിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കസ്റ്റഡിയിലെത്തിയയാൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. അടൂർ പെരുങ്കുടി സ്വദേശി സജീവനാണ് മർദ്ദനമേറ്റത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അക്രമാസക്തനായെന്നാണ് ആരോപണം. ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് പോലീസ് സജീവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. ഇയാളെ ആശുപത്രിക്ക് പുറത്തെ റോഡിലിട്ട് പോലീസ് മർദ്ദിച്ചതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട് ആറ്റിങ്ങലിൽ നിന്നും. അഭിലാഷ്, ഇവിടെ നമ്മൾ പോലീസിനെ പലപ്പോഴും നമ്മൾ വിമർശിക്കാറുണ്ട്. അതായത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടും നിരപരാധികളെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ ഇവിടെ ഈ അരുങ്കുഴി സ്വദേശിയായ സജീവൻ മെഡിക്കൽ പരിശോധനയ്ക്കായി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ അക്രമാസക്തനായെന്ന് പറയുന്നു. അങ്ങനെ ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തുന്നു. പോലീസ് സജീവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അതിനിടെ ചിലപ്പോൾ ബലപ്രയോഗം ഉണ്ടായി കാണാം. ഇയാൾ കൂടുതൽ അക്രമാസക്തനായപ്പോൾ പോലീസ് ചിലപ്പോൾ കൈകാര്യം ചെയ്ത് കാണാം. ഈ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതോ പോലീസ് ഈ സജീവൻ പ്രകോപിതനായപ്പോൾ അക്രമാസക്തനായപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചതാണോ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ ആശുപത്രിക്കുള്ളിൽ അക്രമാസക്തനാവുകയും പരിശോധനാ ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായാണ് പരാതി ലഭിച്ചിരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ദൃക്സാക്ഷികൾ പറയുന്നത് അങ്ങനെയല്ല. ഇയാളെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ സമയം തന്നെ ഇയാൾ അമിതമായി മദ്യലഹരിയിലായിരുന്നു. തുടർന്ന് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് രാത്രിയോടെ കൊണ്ടുപോയത്. എന്നാൽ ഈ പരിശോധന നടക്കുന്നതിനിടെ ഡോക്ടറിന്റെ മുറിയിൽ ഡോക്ടർ ചെയറിന് സമീപത്തുണ്ടായിരുന്ന ഒരു പരിശോധനാ ഉപകരണം ഇയാളുടെ കൈ തട്ടി താഴെ വീണതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയം തന്നെ ഡോക്ടർ ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ മദ്യലഹരിയിലായിരുന്നത് കാരണം തന്നെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങുവാൻ കൂട്ടാക്കിയില്ല. ഡോക്ടറോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. വീണ്ടും ഡോക്ടർ ആവശ്യപ്പെട്ടു, ഇയാളെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പോലീസോട് ആവശ്യപ്പെട്ടു. ഈ സമയമാണ് പോലീസ് ഇങ്ങനെ വളരെ ക്രൂരമായി തന്നെ ഇയാളെ വലിച്ചു കഴിച്ച് വഴിയിലേക്ക് ഇറക്കുകയും ആശുപത്രിയിലെ വരാന്തയിലും പുറത്തുമായി ബൂട്ട് ഉൾപ്പെടെ ഇട്ട് ശരീരത്തിലും കൈകളിലും ഈ ചവിട്ടുന്ന ദൃശ്യങ്ങളിൽ ചിലതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലും വളരെ ക്രൂരമായി തന്നെ പോലീസ് ഇയാളെ കായികമായി നേരിട്ടു എന്നാണ് പറയുന്നത്. ഇയാളും ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പോലീസിന്റെ ആക്രമണം കൂടുതൽ രൂക്ഷമായതായും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇയാളെ ഡോക്ടറിൽ നിന്നും പിന്നീടാണ് ഈ പോലീസ് ഡ്യൂട്ടി ഡോക്ടറിൽ നിന്നും പരാതി എഴുതി വാങ്ങിയതും അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു മേലുദ്യോഗസ്ഥർക്ക് പരാതി പോയിട്ടുണ്ടോ? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്? കാരണം നമുക്കറിയാം ചില സംഭവങ്ങളിലൊക്കെ ഇതുപോലെ അക്രമാസക്തരാകുന്ന ആളുകളെ പ്രതിരോധിക്കേണ്ട സാഹചര്യം പോലീസിനുണ്ട്. അവരെ ബലപ്രയോഗത്തിലൂടെ ചിലപ്പോൾ കീഴ്പ്പെടുത്തേണ്ടതായി വരും. അങ്ങനെ സംഭവിച്ചതായിരിക്കുമോ, അതോ അതിനപ്പുറം ഈ സജീവിൻ്റെ കുടുംബമോ മറ്റു നാട്ടുകാരോ ഒരു പരാതിയുമായി മേലുദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള നീക്കമുണ്ടോ?
നിലവിൽ റിമാൻഡിലുള്ള ഈ സജീവന്റെ ബന്ധുക്കൾ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ പരാതി നൽകിയിട്ടില്ല. എന്തായാലും ഈ ദൃക്സാക്ഷികളാണ്, നാട്ടുകാരായ അവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരാണ് പറയുന്നത് ഇയാൾ അക്രമാസക്തനായതല്ല, പക്ഷേ പോലീസ് ഇയാളെ ക്രൂരമായി വലിച്ചിഴയ്ക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സ്വബോധമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. ഈ സമയം ഒരുപക്ഷെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാവാം. എങ്കിൽ പോലും ബൂട്ടിട്ട് തറയിൽ വീണ ശേഷവും ബൂട്ടിട്ട് ചവിട്ടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനം ആ ഒരു ആശുപത്രിയിൽ വെച്ച് തന്നെ സംഭവിച്ചത് നാട്ടുകാരിൽ എതിർപ്പുണ്ട്. നാട്ടുകാർ പലരും ആ ഒരു പ്രതിഷേധം നമ്മളോട് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മർദ്ദനം വളരെ ക്രൂരമായി പോയി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. യെസ്, അഭിലാഷ്, ഈ ആശുപത്രി അധികൃതർ, അതായത് ആശുപത്രിയിൽ ഇയാൾ പരാക്രമം കാണിച്ചിരുന്നു. നമുക്കറിയാം പലപ്പോഴും മദ്യപിച്ചെത്തുന്ന ആളുകൾ ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം താലൂക്ക് ആശുപത്രി, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം, അവിടെയും സമാനമായ രീതിയിൽ ഒരു വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഈ സന്ദീപ് എന്ന അധ്യാപകൻ അക്രമാസക്തനായത്, അവിടെ പരാക്രമം കാട്ടി അതൊരു കൊലപാതകം നടത്തിയത്. അങ്ങനെ ഈ ആശുപത്രി ജീവനക്കാർക്ക് നേരെ ഇയാളുടെ ഭാഗത്തു നിന്നൊരു അതിക്രമം ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ആശുപത്രി മറ്റു പരാക്രമം കാണിച്ചിരുന്നോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഈ അതിക്രമം കാണിച്ച സജീവനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പരാതി പോലീസിന് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ആശുപത്രി ഉപകരണങ്ങൾ ഉടയ്ക്കാൻ ശ്രമിക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്തതും. എന്നാൽ ഇപ്പോൾ ഇരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആ സമയം അവിടെ ഉണ്ടായിരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമായ ആളുകൾ പറയുന്നത് പ്രകാരം ആണെങ്കിൽ ഇയാൾ മറ്റാരും തന്നെ ആക്രമിക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നും ഇയാളുടെ കൈതട്ടിയാണ് ഈ പരിശോധനാ ഉപകരണം നിലത്ത് വീണതെന്നും തുടർന്ന് ഇയാൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പോകാൻ കൂട്ടാക്കിയില്ലായിരുന്നു. ഈ സമയമാണ് ഈ പോലീസ് ഇത്തരത്തിൽ ഇയാളെ പുറത്തേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നത്. പുറത്തെത്തിയ ശേഷവും ഈ ആശുപത്രിയുടെ പുറത്തെത്തിയ ശേഷവും ഇയാളെ ജീപ്പിൽ കയറ്റുന്നതിന് വേണ്ടിയും പോലീസ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മർദ്ദനത്തെയാണ് ഇപ്പോൾ നാട്ടുകാർ എതിർക്കുന്നത്. തീർച്ചയായിട്ടും ആശുപത്രിക്ക് പുറത്തിറക്കിയ ശേഷം ഇയാളെ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇയാളെ പലതവണ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതിലാണ് ഇപ്പോൾ നാട്ടുകാർക്ക് പ്രതിഷേധമുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് പരാതികളൊന്നും തന്നെ ഒരിടത്തും നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ നൽകിയിട്ടില്ല. യെസ്, വ്യക്തമാണ്. യെസ്, അഭിലാഷാണ് ആറ്റിങ്ങലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.